ഹേ ഗൈസ്, കൂലി ഡയറക്റ്റഡ് ബൈ ലോകേഷ് കനകരാജ്. ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് ഒരുപാട് ഹൈപ്പോട് കൂടി ഇരുന്ന ഒരു പടം ഇന്ന് റിലീസ് ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടു. ഫസ്റ്റ് ഓഫ് ഓൾ, കൂലി എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ പേര് പോലെ തന്നെ കൂലി, അതായത് കൂലിപ്പണിക്കാരുടെ കുറെ അവരുടെ ജീവിതത്തിലെ സംഭവങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ കുറച്ച് നമ്മുടെ രജനീകാന്തിന്റെ സ്റ്റൈലും പിന്നെ പുള്ളിക്കാരന്റെ മാസും. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നമ്മുടെ ജയിലർ ഇല്ലേ, ആ ഒരു ടൈപ്പ് ജയിലറിൽ അവൻ പണ്ടൊരു പോലീസ് സൂപ്രണ്ട് ആയിരുന്നു, ഇതില് പണ്ടവനൊരു കൂലിയായിരുന്നു. അതെ അതെ, അതുപോലെ തന്നെ ആ ഒരു ടോണിലാ ഫിലിം വന്നിരിക്കുന്നത്. നോർമലി അനിരുദ്ധിന്റെ BGM എന്നൊക്കെ പറഞ്ഞ വേറെ ടൈപ്പ് ഒരു BGM, ഇതിന്റെ അകത്ത് ഭയങ്കര ഡിഫറെന്റ്. അതായത് ഇവൻ ക്ലാസിക്കല് ഒക്കെ ലാസ്റ്റ് ഒരു ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു അടിയുണ്ട് മോനെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. വെച്ചാൽ അവൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, ഒരു സിനിമയിലും കണ്ടിട്ടില്ല അങ്ങനെ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറെ മാസുകളുണ്ട് ആസ് യൂഷ്വൽ. അതായത് ഫസ്റ്റിലെ തുടങ്ങിയപ്പോ തന്നെ ഞാൻ കരുതി കുറച്ച് ഓരോരുത്തരുടെ അഭിനയം കണ്ടപ്പോ അതായത് ഇപ്പം പ്രത്യേകിച്ച് സൗബിന്റെ തമിഴ് കണ്ടപ്പോഴേ ഞാൻ ഇവന്റെ അടുത്ത് പറയാ, മലയാളി തമിഴ് പറയുന്ന പോലെ ഡാൻസ് മാത്രമേ കിടിലായിട്ടുള്ളൂ. അപ്പൊ ഇത് പോയോ എന്ന് പറഞ്ഞ ഇങ്ങനെ തടഞ്ഞപ്പോഴാണ് ആ ഒരു ഹൈപ്പ്. സെക്കൻഡ് ഹാഫ് ഒക്കെ അടുക്കുമ്പോഴത്തേ നമുക്ക് മനസ്സിലാവും സൗബിൻ ഒരു മലയാളിയാണെന്ന് മനസ്സിലാവും. അപ്പൊ മലയാളിയായിട്ട് അപ്പൊ ആ ക്യാരക്ടർ സെറ്റായി. അതുവരെ ആ സിനിമയിൽ അവൻ മലയാളം സംസാരിക്കുമ്പോ അടിപൊളിയാ, മലയാളം സംസാരിക്കും അപ്പൊ അടിപൊളിയാ. തമിഴ് സംസാരിക്കുമ്പോ അയ്യേ കൊള്ളത്ത്. എന്നുവെച്ചാൽ തുടക്കത്തിലൊക്കെ നമ്മ വിചാരിക്കും ഷോ ഇവർക്ക് ആരെങ്കിലും വെച്ച് ഡബ് ചെയ്യിപ്പിച്ചാ പോരായിരുന്നു. എന്നുവെച്ചാൽ സൗബിൻ തമിഴ് പറഞ്ഞിട്ട് ഒരു രസമില്ല, ഒരു ചേരുള്ള ക്യാരക്ടറേ വൃത്തിയോടായിപ്പോയിരുന്നു. പക്ഷെ പിന്നെ അവൻ മലയാളത്തിൽ സംസാരിക്കുമ്പോ എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു അടിപൊളി കിടിലൻ സിനിമയാണ്. ജയിലർ എങ്ങനെയാണോ അതുപോലെ ആ ഒരു ധൈര്യത്തിൽ നിങ്ങൾക്ക് പോയി ടിക്കറ്റ് എടുത്ത് കാണാം. അടിപൊളി സിനിമയാണ്. കുറെ പേര് ഗസ്റ്റ് റോൾ വരുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് ബാബുരാജ് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് ബാബുരാജിന്റെ ഒക്കെ ഒരു ചെറിയൊരു ഗസ്റ്റ് റോൾ ഉണ്ട്. പിന്നെ ഈ ലോകേഷ് കനകരാജിന്റെ പടത്തിൽ മെയിൻ ആയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൂടെ അതായത് ഓരോ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അപ്പൊ അത് ഇതുവരെ വന്ന എല്ലാ പടത്തിലും ഉണ്ട്. ജയിലറിലാണെങ്കിലും വിക്രത്തിലാണെങ്കിലും അതുപോലത്തെ ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ നമുക്ക് ആ ഒരു ഫസ്റ്റിൽ കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പഴയ പടങ്ങളുമായിട്ട് ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. ആ ഒരു ലോകേഷ്. പക്ഷെ LC ഒരു ഫ്ലാഷ് ബാക്ക് കൂടി ഉണ്ട്. അതൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോയി കാണണം. ഫ്ലാഷ് ബാക്ക് തീയാണ്. ഫ്ലാഷ് ബാക്ക് എടുക്കേണ്ട പോലെ. അതായത് 30 വർഷത്തെ ഫ്ലാഷ് ബാക്ക് ആണെങ്കിൽ 30 വർഷം മുന്നേ എങ്ങനെയാണ് സിനിമ നമ്മൾ കാണണ്ടായിരിക്കുക, അതുപോലെയാണ്. അതെ, ട്രെയിലറിൽ കുറച്ച് ഭാഗം അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് DAGing എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി യൂസ് ചെയ്ത് നല്ല രീതിയിൽ അതായത് രജനീകാന്ത് ഒക്കെ പണ്ടത്തെ രജനീകാന്ത് കണക്ക്. അത് നമ്മുടെ ഭാഷ സിനിമയിലേക്ക് രജനീകാന്ത് ഇല്ലേ, അത് കണക്കായി രജനീകാന്ത്. നാഗാർജുനയും കൊള്ളാം. ഞാൻ നാഗാർജുനയുടെ ആദ്യമായിട്ടാണ് ഞാൻ പക്ഷെ കണ്ടിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ഈ സിനിമയില് ഭയങ്കര കിടില അഭിനയമാണ്. നാഗാർജുനയുടെ അഭിനയമാണെങ്കിൽ എല്ലാവരും സ്വാഗ് ആണെങ്കിലും എല്ലാം അടിപൊളി, എല്ലാം വർക്കായിട്ടുണ്ട്. എല്ലാം ഒന്നും നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ആരുടെയും ഫീൽ ചെയ്യുന്നില്ല. അതായത് പിന്നെ രജനീകാന്തിന്റെ ചില ഫണ്ണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫണ്ണായിട്ട് തന്നെ അടിപൊളിയായിട്ട് വർക്ക് ആരുടെ നമുക്ക് വളിപ്പ് അയ്യേ അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാം വർക്കായിട്ടുണ്ട്. തുടക്കത്തിൽ ഈ പറഞ്ഞ കണക്ക് സൗബിൻ ഷാ നമ്മൾ അത്ര ഹൈപ്പോടെ സൗബിൻ ഷാറിന്റെ ഒക്കെ ഇത് കാണാൻ നിൽക്കുമ്പോഴത്തേക്ക് ഒരു മലയാളം അത് ഫീൽ വന്നപ്പോഴേ ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞു, ഇതൊരു മലയാളി തമിഴ് പറയുന്ന ഒരു ടച്ച്, ആ ഒരു ബാഡിങ് മാറി വന്നു പടം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. പിന്നെ കുറെ ട്വിസ്റ്റുകളുണ്ട്. അതായത് നമ്മള് പ്രതീക്ഷിക്കാത്ത കുറെ ആൾക്കാർ വില്ലന്മാരായിട്ട് വരും. കുറെ ലാസ്റ്റ് നമ്മൾ തന്നെ കൺഫ്യൂഷൻ ആവും, ഇതിൽ ആരാ വില്ലൻ ആരാ നല്ലത്. ഇവ വില്ലനാണോ ഇവനത് നല്ലതാണോ നമുക്ക് മനസ്സിലാവത്തില്ല. ഇവന്റെ വില്ലൻ ഞാനാണെങ്കിൽ ഞാൻ ഇവനെ ഹെൽപ്പും ചെയ്യും, എന്നാ ഇവന് പണിയും കൊടുക്കും. അങ്ങനെയാ നിക്കുന്നത്. അതെ അതെ. പിന്നെ ശ്രുതിഹാസനൊക്കെ നന്നായിട്ട്, ശ്രുതിഹാസൻ ത്രൂ ഔട്ട് ഉണ്ട്. കൊള്ളാം, നല്ല. എനിക്ക് പെട്ടെന്ന് ഏഴാം അറിവിലെ ലാസ്റ്റത്തെ ഒരു ശ്രുതിഹാസൻ ഇല്ലേ, ആ ഒരു അതേപോലെ തോന്നി എനിക്ക് പെട്ടെന്ന്. ശ്രുതിഹാസന്റെ ആക്ടിങ് ഒക്കെ അടിപൊളിയായിരുന്നു. കാരണം കരച്ചിലായ ഒരു ഇമോഷണൽ സീനൊക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഏഴാം അറിവിൽ അവള് നൈസ് അല്ലേ. എവിടെയായിരുന്നു? പക്ഷെ ഒക്കെ മികച്ചതായിരുന്നു. നല്ല ഫീലോടുകൂടി ആ ഒരു മാനറസും എല്ലാം അടിപൊളിയായിരുന്നു. ഇപ്പൊ കരയുമ്പോ വിറയ്ക്കുന്നതാണെങ്കിലും ഷിവറിങ് അതെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ സത്യരാജാണ് ഇതിനകത്ത് വേറൊരു മെയിൻ റോള് വഹിക്കുന്നത്. പക്ഷേ മെയിൻ റോളാണ്, പക്ഷെ ത്രൂഔട്ട് ഇല്ല. നമ്മുടെ രജനീകാന്തിന്റെ അടുത്ത ഫ്രണ്ടായിട്ടാണ് പുള്ളിക്കാരൻ, നൻപനായിട്ടാണ്. പക്ഷെ അതും
നൈസ് ആയിരുന്നു. പിന്നെ കുറെ പ്ലോട്ടുകളൊക്കെ കുറെ നല്ലത് ഒരുപാട് സ്ഥലങ്ങൾ. പക്ഷെ നമുക്ക് പുതിയതായിട്ടൊന്നും ഇല്ല, അതായത് പുതിയൊരു എൻറ്റയർലി പുതിയൊരു കഥ അങ്ങനെയില്ല. നമ്മള് കേട്ട് കണ്ട് ശീലിച്ചിരിക്കുന്ന ആ ഒരു പ്ലോട്ടുകൾ തന്നെ എടുത്തിരിക്കുന്നതും അവര് എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റുകളും ഒക്കെ നല്ലതായതുകൊണ്ട് അങ്ങനെ അങ്ങ് പോയി, അത്രേ ഉള്ളു. അല്ലാതെ ഭയങ്കര ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ, അങ്ങനെയൊന്നുമില്ല. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ ഓരോ സിനിമയിലും കണ്ടിട്ടുള്ള കുറെ പ്ലോട്ടുകൾ അത് ഇവരൊന്ന് കമ്പൈൻ നല്ല രീതിയിൽ ഡയറക്ട് ചെയ്ത് നല്ല രീതിയിൽ അഭിനയിച്ച് നല്ലൊരു വർക്ക്, നല്ലൊരു മേക്കിംഗ് ആയപ്പോഴത്തേക്ക് പടം അടിപൊളി. അതായത് ജസ്റ്റ് നമ്മൾ കാണാം. എനിക്ക് രണ്ടാമത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ഒരു രജനീകാന്ത് തലൈവർ ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് രണ്ടാമത് വീണ്ടും കാണണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാത്തവർക്ക് ഒരു വൺ ടൈം വാച്ചബിൾ ആണ്. നല്ല, അതായത് പോയി ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ തന്നെ ഞാൻ പറയും. നല്ലൊരു പടമാണ്. നല്ല സിനിമ. എനിക്ക് പേഴ്സണലി ലാഗ് ഒന്നും ഫീൽ ചെയ്തില്ല. സെക്കൻഡ് ഹാഫിലാണ്, ഫസ്റ്റ് ഹാഫിൽ ലാഗ് ഒന്നും ഫീൽ ചെയ്തില്ല. ഈ ഫസ്റ്റിൽ എനിക്ക് ആ ഒരു നെഗറ്റീവ് അത് മാത്രം. പിന്നെ എനിക്ക് പൊതുവേയും ഒരുപാട് മാസം ഇഷ്ടമല്ല. അതെനിക്ക് ഇച്ചിരി, അതായത് ഫൈറ്റ് ഫുൾ വെട്ടും കുത്തും ഉണ്ട് കുറെ. അപ്പൊ കൊറേ നേരം നമുക്ക് ഇത് കണ്ടു കഴിയുമ്പോ ബോറടിക്കും. അതായത് കുറെ വെട്ടി ബോറടിക്കും. ആ ഒരു ചെറിയ ബോറടി തമിഴ് ഓഡിയൻസിന് അത് മതിയായിരിക്കും. മലയാളി ഓഡിയൻസിന് കുറെ മാസം ആകുമ്പോഴത്തെ നമുക്ക് അതെ കുറച്ചൊക്കെ മാസമാവും, ഒരുപാട് അത് ആവശ്യത്തിന് അവർ യൂസ് ചെയ്തിട്ടുള്ളൂ. മാസമൊക്കെ ആവശ്യത്തിന് യൂസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷനിൽ കുറെ മാസം ഉണ്ടെങ്കിലും പിന്നെ രജനീകാന്തിന്റെ കുറച്ച് ഫൺ, ഞാൻ പറഞ്ഞില്ലേ, ഫൺ വരുമ്പോഴത്തേക്ക് അടിപൊളിയാവും പടം. നല്ല വർക്ക്ഔട്ട് ആവും. നമുക്ക് തന്നെ ചിരി. ഞാൻ കുറെ ചിരിച്ചു ഗൈസ്. എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ അമീർ ഖാനെ കണ്ടപ്പെട്ട്, അമീർ ഖാന് വലിയ കാര്യമായിട്ടുള്ള റോളൊന്നും ഇല്ല, പക്ഷെ അഭിനയിച്ചിരിക്കുന്ന ആ ഒരു സ്പെഷ്യൽ ക്ലൈമാക്സിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ കൊള്ളാം, രസമുണ്ട്. ആ ഒരു പാർട്ട് അടിപൊളിയായിരുന്നു. ആ ഒരു ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലം നല്ല ഫണ്ണി എലമെന്റ്സ് ഉണ്ട്. എന്താ അതും നല്ല നൈസായിട്ട് പുള്ളിക്കാരന്റെ റോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ വലിയൊരു റോളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ റോള് ആ ഇമ്പോർട്ടൻസ് വലുതാണ്. പിന്നെ പൂജ ചേച്ചി മോണിക്കാൻ കളിച്ച് മോണിക്കട വഴിക്കാൻ തിയേറ്റർ പൂരപ്പറമ്പ് ആക്കിയോന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ തിയേറ്റർ പൂരപ്പറമ്പൊന്നും ആയില്ല. പാട്ട് വന്നപ്പോഴായിരുന്നു പൂരപ്പറമ്പ്. അല്ലാതെ ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ ഇത് വരുമ്പോ സൗബിൻ ഇൻട്രോ ഒക്കെ വരുമ്പോ അടിപൊളിയായിരുന്നു. നമ്മളും ആ ഒരു അല്ലാതെ ഒരു വലിയ ബഹളം ഇല്ലായിരുന്നു. പക്ഷെ കാരണം എപ്പോഴും കണ്ടിട്ടുള്ള രീതിയിലുള്ള മാസും ആ ഒരു സീക്വൻസ് ആയിരുന്നു മൊത്തം. അതായത് നമ്മൾ ഈ ലോകേഷ് കനകരാജിന്റെ പടത്തിൽ ഇപ്പൊ വിജയുടെ ആണെങ്കിലും എന്താ രജനീകാന്തിന്റെ ആണെങ്കിലും ജയിലറിലാണെങ്കിലും വിക്രത്തിലാണെങ്കിലും എല്ലാം ഇങ്ങനെ ചില ട്വിസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു BGM വരുമല്ലോ. അങ്ങനെ അനിരുദ്ധിന്റെ BGMൽ അടിപൊളിയായി ആ ട്വിസ്റ്റ്. അങ്ങനെ പോകും. അല്ലാതെ പറഞ്ഞ വമ്പൻ ട്വിസ്റ്റ്, അങ്ങനെ വമ്പൻ കഥ കിടില അങ്ങനൊന്നും അല്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളൊക്കെ വരും. സോ അതാണ് ഗൈസ് നമ്മളെ പടം കണ്ടിട്ട് നമുക്ക് വന്നുടനെ പറയാനുള്ള കുറച്ച് റിവ്യൂ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു തലൈവർ ഫാൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല സിനിമ ലവറൊക്കെ ആണെങ്കിൽ പോയി കണ്ടോ, കുഴപ്പമൊന്നുമില്ല, മോശമൊന്നുമില്ല, നല്ല സിനിമ, കണ്ടിരിക്കാവുന്ന ഒരു സിനിമ. ഇത് ഞങ്ങളുടെ മാത്രം ഒപ്പീനിയൻ ആണ്. ചിലപ്പോ പലരും പല ചിലവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും, ചിലർക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടാവും. അതായത് ഭയങ്കര പൊട്ടിത്തെറി പ്രതീക്ഷിച്ചു പോയവർക്ക് ചിലപ്പോ വലിയ സംഭവം നെഗറ്റീവ് ഇടുന്നവര് കാണും. അങ്ങനെ കാണത്തില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ല, നമുക്ക് പരിചിതമായിട്ടുള്ള പ്ലോട്ട് തന്നെ കള്ളക്കടത്ത് അതൊക്കെ തന്നെയാ. പക്ഷെ അത് നല്ല കുറെ ആൾക്കാരും ഡയറക്ട് ചെയ്ത് അഭിനയിച്ചത് കൊണ്ട് നല്ലൊരു സിനിമ, അത്രേ ഉള്ളൂ. Yes, that's all. Thank you.